ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങിയാലോ. ഇവിടുത്തെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേൾക്കാവോന്ന് എനിക്കറിയില്ല. ഞാൻ ഡോറൊക്കെ അടച്ചിട്ടിട്ട് അകത്തിരിക്കുകയാണ്. അപ്പം ഇതിന് വോയിസ് ഓവർ കൊടുക്കാൻ നേരത്ത് അതിന് എന്താ പറയുക, നല്ല മഴയാണ് കേട്ടോ. അപ്പം അതേ അപ്പത്തിനൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് കുളിച്ച് പൊങ്ങിയിരിപ്പുണ്ടായിരുന്നേ. എനിക്കത് കാണുമ്പോൾ തന്നെ മനസ്സിൽ നന്നായിട്ടൊരു സംതൃപ്തിയാണ് കേട്ടോ. പിന്നെ ഇതേ ക്യാമറയിൽ നോക്കിയപ്പോഴത്തേനും കുറച്ച് കോപ്രായം കാണിക്കാൻ തോന്നി. അങ്ങനെ ഇതേ കുറച്ച് കോപ്രായമൊക്കെ കാണിച്ചതിന് ശേഷം വീണ്ടും അപ്പത്തിലോട്ട് തിരിച്ച് വരികയാണ്. അപ്പോൾ അപ്പമൊക്കെ നന്നായിട്ട് അപ്പം പൊളിച്ച് പൊങ്ങിയെന്ന്. അപ്പമല്ല പൊളിച്ച് പൊങ്ങി, അപ്പത്തിൻ്റെ മാവൊക്കെ പൊളിച്ച് പൊങ്ങി സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നല്ല നല്ല എന്നാ പറയുക, നല്ല കുറുകിയാണ് കേട്ടോ അരച്ച് വെച്ചിരുന്നത്. അപ്പോൾ നല്ല രീതിക്ക് സെറ്റായിട്ടത് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതിലോട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് എന്നാ പറയുക, അപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേനും കുറച്ചൊക്കെ നീങ്ങിപ്പോയി. അതുകൊണ്ട് അപ്പം ഇളക്കുന്നൊന്നും കാണിക്കുക, അപ്പത്തിനുള്ള മാവ് ഇളക്കുന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ കിട്ടിയില്ല കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനിയിപ്പം അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പം നമ്മുടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ അപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ സ്റ്റൈലൊന്നും നോക്കണ്ട കേട്ടോ. കാരണം നമ്മൾ എല്ലാ ദിവസവും അപ്പം ഉണ്ടാക്കുന്നത് ഈ പാത്രത്തിൽ തന്നെയാണ്. അപ്പം അപ്പത്തിൻ്റെ ഭംഗി മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പൂ പോലത്തെ നല്ല ഭംഗിയായിട്ടുള്ള അപ്പമൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കിഴങ്ങ് കറി ആണ് കേട്ടോ വെക്കണത്. ചായ ഇട്ട് വെച്ചു, കിഴങ്ങ് കറിയാണ് വെക്കണത്. അപ്പോൾ കിഴങ്ങ് കറി തീയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നേ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടോ. ഇനി കടുകും കൂടെ വറുത്തിട്ടാൽ മതിയേ. അപ്പോൾ ചേട്ടായിക്ക് ഇന്ന് താമസിച്ച് പോയാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നതാണ്. അപ്പം കുഞ്ഞാപ്പി ഇരിപ്പുണ്ട് അപ്പുറത്ത്. അവളെപ്പോഴും രാവിലെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ കേട്ടോ. അപ്പം അവൾക്ക് ചോറൊക്കെ കൊടുത്ത സമയത്ത് ഞങ്ങൾ കുറച്ച് നേരം ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ്, കാപ്പി കുടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിലോട്ട് വന്നു. ചേട്ടായി കുറച്ച് പാത്രം കഴുകിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാനുണ്ട്, മൊത്തം പാത്രം കഴുകേണ്ടത്. പാത്രം കഴുകുന്ന വീഡിയോ എടുക്കണമെങ്കിൽ മൊത്തം പാത്രം അങ്ങേര് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണൂ. എന്ത് തോന്നിയെന്ന് അറിയത്തില്ല, പെട്ടെന്ന് കിടക്കുന്ന കണ്ടപ്പോഴത്തേനും കഴുകാൻ തോന്നിയതായിരിക്കും. അതുകൊണ്ട് കുറച്ചൊക്കെ കഴുകി വെച്ചായിരുന്നു കേട്ടോ. ചില സമയം ഞാൻ പറയാതെ തന്നെ ഓരോന്നൊക്കെ ചെയ്യും കേട്ടോ. ചില സമയത്ത് പറഞ്ഞാൽ മാത്രമേ കേട്ടോ ചെയ്യത്തുള്ളൂ ഓരോന്നും. പിന്നെ ഈ പാത്രം കഴുകുന്നതും തുണി അലക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ പെണ്ണുങ്ങളുടെ മാത്രം ജോലിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതെല്ലാം ആണുങ്ങളും ചെയ്ത് ശീലിക്കേണ്ട ജോലികളാണേ. പക്ഷെ നമ്മുടെ പണ്ടത്തെ കാരണവന്മാർക്കൊരു വിചാരമുണ്ട്, വീട്ടിലെ പെണ്ണുങ്ങളാണ് പണികൾ മൊത്തം എടുക്കേണ്ടത്, ആണുങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു തെറ്റായ ധാരണകളുണ്ട്. അതൊക്കെ വളരെയധികം തെറ്റായ ധാരണകളാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു കുടുംബമായാൽ ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഒരുപോലെ ഉത്തരവാദിത്വമാണ് ആ വീടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ വീടിൻ്റെന്ന് തന്നെയല്ല, അടുക്കളയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അമ്മയ്ക്കും അച്ഛനും തുല്യ ഉത്തരവാദിത്വമാണ്. അപ്പം ഈ പറഞ്ഞ ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ജോലിക്ക് പോകുന്നത്. അതുപോലെ തന്നെ അച്ഛന്മാർക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ? അവർ രാവിലെ അങ്ങ് ഇറങ്ങിപ്പോകും. അവർക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് തേച്ച് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് മാത്രമേ അവർ ചിന്തിക്കാറുള്ളൂ. എന്നാൽ അത് സ്വയമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ ചുരുക്കം ആണുങ്ങൾ മാത്രമേ ഉള്ളെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. എൻ്റെ കണ്ടെത്തൽ ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഭൂരിഭാഗം ആണുങ്ങളും അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ജോലിക്ക് പോകുമ്പം ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുപോലെ ജോലി ചെയ്ത് പോകുന്നവരും ഉണ്ട് കേട്ടോന്നേ. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്, അപ്പം ഇപ്പം എല്ലാ കാലവും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കണം എന്നില്ല. ഈ പറയുന്ന അച്ഛനോ അമ്മയോ കെട്ടിയോളോ അല്ലെങ്കിൽ മക്കളോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പം എന്നാ പറയുക, ആണുങ്ങളും കുറച്ചൊക്കെ ജോലി അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പലപ്പോഴും. കാരണം എപ്പോഴും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പം ഇവിടെ ചേട്ടായിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. പിന്നെ ഞാനങ്ങനെ ചെയ്യിപ്പിക്കാറില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും വയ്യായൊക്കെ വരുമ്പോൾ എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. നമുക്കതൊക്കെയല്ലേ, നമുക്ക് വയ്യാതിരിക്കുമ്പോഴത്തേനും ആരുടെയെങ്കിലും നിസ്സാരം ഒരു ചായ ഇട്ട് തരാനാണെങ്കിലും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു സമയത്ത് ആ ചായയായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോഴുള്ള ആ ആശ്വാസം നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ എന്നാ പറഞ്ഞു വന്നേ, അപ്പം ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലാഗായി പോകും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർക്കാം. അപ്പോൾ അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസൊക്കെ ഇരിക്കുന്നതോടെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട്. കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കറികളുടെ എല്ലാം ചാറും ഉണ്ടാക്കിയതും കടുക് പൊട്ടിച്ചതിൻ്റെ എല്ലാം അവിടെ തെറിക്കുവേ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി തുടച്ചിടുന്നുണ്ട്.
അപ്പോൾ പിന്നെ അടിച്ചു തൂത്ത് വരാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ കുഞ്ഞാപ്പിനെ സ്കൂളിലൊക്കെ വിട്ടു. പിന്നെ അടിച്ചു തൂത്ത് വരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ തൂത്ത് വാരിച്ചൊക്കെ അവൾ പോയി കഴിഞ്ഞിട്ടാട്ടോ നടത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെയും ഞാൻ തൂത്ത് വരേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഇല്ലെന്ന് എപ്പോഴും ഞാൻ പറയും കേട്ടോ. പക്ഷേ ക്ലാരിറ്റി ഇല്ലാത്തല്ല, നമ്മുടെ ഹാളിലെ ലൈറ്റിന് കണ്ടോ, ഇപ്പോൾ ഈ വീഡിയോ കണ്ടോ നല്ല ക്ലാരിറ്റി തോന്നുന്നില്ലേ. പക്ഷേ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ അടുക്കളയിലെ വീഡിയോയ്ക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നും കേട്ടോ. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുക്കളയിലെ ലൈറ്റിന് വെട്ടം കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേട്ടയുടെ മുകളിലോട്ട് അവിടെ പിടിച്ചിട്ടുണ്ട് കർട്ടനെ മുഖത്തോട്ടിട്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒരു തമാശയൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ചേട്ടായിക്ക് ഇന്ന് ലേറ്റായിട്ട് പോയാൽ മതിയുള്ളത് കൊണ്ട് തന്നെ ഇവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തൂത്തൊക്കെ വാരി ഇട്ടിട്ട് കുറച്ച് തുണിയും കൂടെ അലക്കാനുണ്ട് കേട്ടോ. കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല, എന്നാലും അലക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അത് കൂടുവേ. അതുകൊണ്ട് പിന്നെ ഞാനത് ഒത്തിരി ആകാൻ വേണ്ടി കൂട്ടിയിടാറില്ല കേട്ടോ. അപ്പം തന്നെ ഞാൻ അപ്പം തന്നെ ഞാൻ കഴുകിയിടാറുണ്ട്. അടിച്ച് തൂത്ത് വാരുന്ന ഇത് കണ്ടപ്പോഴത്തേക്കും വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേനും പലപ്പോഴും തെറ്റിപ്പോവാ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തൂത്ത് വാരി ഇട്ട് കഴിഞ്ഞിട്ട് വേണം മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാനേ. അപ്പോൾ ഈ മുറ്റം അടിക്കുന്ന വീഡിയോ എടുത്ത് തന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടായിയാണ് കേട്ടോ. ചേട്ടായോട് ഒരു മുറ്റം അടിക്കുന്ന വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ചേട്ടായി എടുത്ത് തന്നാണ് കേട്ടോ ഈ വീഡിയോ. ഈ വീഡിയോയിൽ ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ചേട്ടായി എൻ്റെ പുറകെ നടന്ന് എടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് വീഡിയോ ഇങ്ങനെ മാറി പോകുന്ന പോലെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് കുറേ വെറൈറ്റി വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എടുത്ത് തന്നതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ അധികം ചപ്പൊന്നും നമ്മുടെ വീട്ടിലില്ല. കാരണം കരിയിലൊന്നും അങ്ങനെ വേറൊരു സ്ഥലത്തൊന്നും വീഴാനൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ ഓരോരോ ചപ്പ് കിടക്കും. അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അധികം കുനിയാതെ ഇങ്ങനെ തൂത്ത് പോകും. അപ്പോൾ അതിങ്ങനെ തൂത്തിടുമ്പോൾ തന്നെ ഒരു വൃത്തിയാകും കേട്ടോ. കാരണം പുല്ലൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുന്നതുകൊണ്ട് മഴയത്തെ കുറച്ച് ഭാഗത്ത് മാത്രമേ പുല്ലില്ലാത്തുള്ളൂ. ബാക്കി ഈ ഭാഗത്തെ പുല്ല് എത്ര പറിച്ചാലും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും കേട്ടോ. ചുമ്മാ പറിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങ് മൈൻഡ് ചെയ്യാറില്ല. പിന്നെ തൂത്തുവാരലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടയുടെ കാലിലെ മുറിവൊക്കെ ഒന്നുകൂടെ ഡ്രസ്സ് ചെയ്തിട്ട് ചേട്ടായി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണേ. ഇപ്പോൾ ഏതാണ്ടൊക്കെയോ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ ഞാൻ കേൾപ്പിക്കാത്തതാണ് കേട്ടോ. കാരണം ചേട്ടായി പറഞ്ഞു ഇതൊന്നും എടുത്തിട്ടേക്കരുതെന്നൊക്കെ പറഞ്ഞേ. അപ്പോഴത്തേനും ഞാൻ പിന്നെ അതങ്ങ് മ്യൂട്ട് ചെയ്യാതേക്കാമെന്ന് ഓർത്തേ. അപ്പോൾ ഗായ്സ്, ഞാൻ തുണിയൊക്കെ ഇളക്കി കയറി വന്നപ്പോഴത്തേനും മഴ പെയ്തു കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തുണി എടുത്തില്ലേ. തുണി അവിടെ തന്നെ കിടക്കും. ഇനി അതൊക്കെ പിഴിഞ്ഞിടണം, കുളിക്കണം, ഇങ്ങനെ കുറേ പരിപാടിയുണ്ട് കേട്ടോ. ഇനി ഈ വീഡിയോ ഇപ്പോൾ എടുത്തേക്കുന്ന വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ എടുക്കാവേ.